قال لا تخافا إنني معكما أسمع وأرى. بسم الله الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ 47-ാമത്തെ പാർട്ടിലാണുള്ളത്. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വിമർശനങ്ങളായിട്ടും അല്ലെങ്കിൽ പരിഹാസങ്ങളായിട്ട് ഇസ്ലാമിനെ കളിയാക്കുക എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഓരോ പാർട്ടും കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. കാരണം ഒരു കോമഡി പോലെയാണ് ഇദ്ദേഹം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. ഒരു ആധികാരിക ഗ്രന്ഥത്തെ വിമർശിക്കേണ്ട ഒരു രീതി പോലും ഇദ്ദേഹത്തിന് അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഖുർആനിലെ ചില വചനങ്ങൾ വായിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ പ്രാവശ്യം ഇദ്ദേഹം കൊണ്ടുവന്ന കാര്യം ഇദ്ദേഹത്തിന് ആകെ വലിയൊരു അടിയായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്തായാലും നമുക്ക് നോക്കാം. ഞാൻ 85-ാമത്തെ വാക്യം മുതൽ വായിക്കാം. മദിയൻ സമുദായത്തിലേക്ക് അവരുടെ സഹോദരനായ ശുഐബ് നബിയെയും നാം അയച്ചു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അവനല്ലാതെ നിങ്ങൾക്ക് ഇലാഹില്ല. നിശ്ചയമായും നിങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് വ്യക്തമായ ലക്ഷ്യം നിങ്ങൾക്ക് വന്നു കിട്ടിയിട്ടുണ്ട്. അതിനാൽ അളവും തൂക്കവും പൂർത്തിയാക്കുക. ജനങ്ങൾക്ക് അവരുടെ സാധനങ്ങൾ കുറച്ചു കൊടുക്കരുത്. അള്ളാഹു ഭൂമിയിൽ നന്മ വരുത്തിയ ശേഷം അതിൽ നിങ്ങൾ നാശമുണ്ടാക്കുകയും അരുത്. നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഉത്തമം. ഇവിടെ മദിയൻകാരുടെ പ്രവാചകൻ ശുഐബ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു കഥ പറയുന്നത്. ഈ കഥയിലെ ശുഐബ് എന്ന കഥാപാത്രം ഏറെയൊന്നും കേട്ട് പരിചയമില്ലാത്ത മുഹമ്മദ് എവിടെ നിന്നോ തപ്പിക്കൊണ്ടുവന്ന ഒരു കഥാപാത്രമാണ് എന്നാണ് ഇതിന്റെ മൊത്തം ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്. ബൈബിൾ കഥയിലെ ഏതോ മറ്റൊരു പേരിലുള്ള കഥാപാത്രമാണ് എന്ന അഭിപ്രായമുണ്ട് ചിലർക്ക്. കാരണം ഇതിലെ ലക്ഷണങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങനെ ചില കഥാപാത്രങ്ങളുമായിട്ട് സാമ്യമുണ്ട്. എന്നാൽ സിറിയക്കും ഹിജാസിനും ഇടയിലുണ്ടായിരുന്ന ഒരു സ്ഥലം, മദിയൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പണ്ട് ജീവിച്ച് മരിച്ചുപോയ ഏതോ ഒരു സമൂഹത്തെക്കുറിച്ചാണ് ഈ പറയുന്നത് എന്നാണ് ഖുർആൻ മുഫസ്സിറുകളെല്ലാം പറയുന്നത്. അവിടെയും ഇതുപോലെ എന്തോ പ്രകൃതിക്ഷോഭം വന്നിട്ടോ മറ്റെന്തോ കാരണത്താലോ ആ സമൂഹം നാശമടഞ്ഞു പോയി. അതിനെക്കുറിച്ചുണ്ടായിരുന്ന അറേബ്യയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന കഥകളാണ് മുഹമ്മദ് അവിടെ കേട്ട് പരിചയമുള്ള കഥകളുടെ കൂട്ടത്തിൽ നിന്ന് എടുത്ത് ഇവിടെ ഉദ്ധരിക്കുന്നത്. അതിൽ ശുഐബ് എന്ന ഒരു കഥാപാത്രത്തെ മുഹമ്മദ് പതിവ് പോലെ തനിക്കു സമാനനായ തൗഹീദ് പഠിപ്പിക്കാൻ വന്ന അള്ളാഹു അയച്ച ഒരു ദൂതൻ എന്ന മട്ടിൽ കൊണ്ടുവന്ന് റീമോൾഡ് ചെയ്ത് അവതരിപ്പിക്കുകയാണ്. ഇത് ഇദ്ദേഹം ആദ്യം ഒരു കാര്യം പറയും, എന്നിട്ട് അതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് അയാൾ തന്നെ ആ കാര്യത്തെ ഗണ്ണിക്കുകയും ചെയ്യും. അതാണ് നമ്മൾ പൊതുവേ സെൽഫുകളാണ് ഇദ്ദേഹം പലപ്പോഴും അടിക്കാറുള്ളത്. കാരണം ഇദ്ദേഹം പറഞ്ഞാൽ അത് ആർക്കും അറിയില്ല. ഈ ശുഐബ് എന്ന് പറയുന്ന ആളെ പറ്റിയിട്ട്, സ്വാലിഹ് എന്ന് പറയുന്ന ആളെ പറ്റിയിട്ട് ഇവർ ആർക്കും അറിയില്ല എന്നുള്ളത് ആദ്യം പറയും. പിന്നെ പറയുന്നത് അറബിയിൽ പ്രചാരം ഉണ്ടായിരുന്ന ഒരു കഥ എടുത്തിട്ട് അദ്ദേഹം റീമേക്ക് ചെയ്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം പറഞ്ഞതിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് പിന്നീട് പറയുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കെന്തായാലും വിഷയത്തിലേക്ക് കിടക്കാം. ഈ ഖുർആൻ ഒരു ചരിത്രം പറയുന്നത് ആളുകൾക്ക് ഒരു ബോധമുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ ചെയ്യരുത് നിങ്ങൾ എന്ന് ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഖുർആനിലെ ഓരോ ചരിത്രങ്ങളും പാഠങ്ങളായിക്കൊണ്ടാണ് ആളുകൾക്ക് ഇപ്പോൾ ഒരു പാഠം, ഇത് ഇങ്ങനെ ചെയ്തിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു, അവരെ നാം നശിപ്പിച്ചിട്ടുണ്ട്, അപ്പോൾ നിങ്ങളങ്ങനെ ചെയ്യരുത് എന്ന ഒരു ഉത്ബോധനമാണ് ഖുർആൻ പലപ്പോഴും നൽകാറുള്ളത്. അപ്പോൾ അതിലെ ഒരു സംഭവമാണ് ഈ ശുഹൈബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റിയിട്ട്, സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റിയിട്ട് പറയുന്നത്. അപ്പോൾ അതെടുത്തിട്ട് ഇദ്ദേഹത്തിന് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയ ഐഡിയ ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ അടുത്താണ് നമുക്ക് ഈ ആളുകളെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു നോളജ് കിട്ടിയിട്ടുള്ളത്. ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചില ആളുകൾ ഉത്ഖനന നടത്തിയതിന് ശേഷമാണ് ഈ ഒരു പ്രദേശത്തെ തന്നെ അവിടെയുള്ള ആളുകൾ അങ്ങനെ ജീവിച്ചിരുന്നു എന്നുള്ളത് മനസ്സിലാകുന്നത്. കാരണം വർഷങ്ങൾക്ക് മുമ്പ്, 3000-ഓളം വർഷങ്ങൾക്ക് മുമ്പ് മൺമറഞ്ഞ ചില അവശിഷ്ടങ്ങളാണ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത്. എന്തായാലും അതിനെക്കുറിച്ചിട്ട് മീഡിയ വണ്ണിൽ വന്ന ഒരു ചെറിയ ഒരു ഡോക്യുമെൻ്ററി ഞാൻ ഇവിടെ കേൾപ്പിക്കാം. സൗദിയിലെ അൽ ഉലയിലുള്ള ചരിത്രഭൂമിക്ക് പറയാനുള്ള ചരിത്രങ്ങളിലൊന്ന് നബ്ദികളുടേതാണ്. നാടോടികളായിരുന്ന ഈ ജനത അറേബ്യൻ മേഖല അടക്കി വാണിരുന്നു. അതിന്റെ ചരിത്ര സാക്ഷ്യമാണ് ഇന്നും സൗദിയിലുള്ള ഹിജിർ പട്ടണം. പാറ തുറന്നും കൊത്തുപണികളിലൂടെയും സഞ്ചാരികളെ വിസ്മയിപ്പിച്ച ആ ജനതയുടെ ചരിത്രം കാണാം.
ശിലായുഗ മനുഷ്യവാസത്തിന്റെ അടയാളങ്ങളുള്ള ഭൂമിയാണ് സൗദി അൽ ഉലയിലെ മദാഇൻ സ്വാലിഹ്. ഹെഗ്ര എന്നും ഹിജ്റി എന്നും ഈ നാടിന് പേരുണ്ട്. പതിമൂന്നര കിലോമീറ്റർ ചുറ്റളവുള്ള ഈ പ്രദേശത്തിന് 3 പ്രധാന ഭാഗങ്ങളാണ്. 1 ദൈനംദിന ജീവിതത്തിനായി ഉപയോഗിച്ച തുറന്ന പ്രദേശം, 2 പാറ തുരന്നുണ്ടാക്കിയ വീടുകൾ, 3 മരണശേഷം അടക്കം ചെയ്യാനുള്ള കല്ലറകൾ. മുൻപ് ഇവിടെ ജീവിച്ചത് സമൂദ് ഗോത്രമാണ്, സ്വാലിഹ് നബിയുടെ സമുദായം. ആ ജനതയിൽ ബാക്കിയുണ്ടായിരുന്നവരെ കീഴടക്കി നെബത്തികൾ ഇവിടേക്ക് ചേക്കേറി. BC 1-ാം നൂറ്റാണ്ടിലായിരുന്നു അത്. പാറ തുരന്നുണ്ടാക്കിയ വീടുകളും കല്ലറകളും ഇവരുടെയും പ്രധാന പ്രത്യേകതയാണ്. നിലവിൽ മദാഇൻ സ്വാലിഹിൽ ഏതാണ്ട് 135 ഇതുപോലെയുള്ള ടോംബുകളുണ്ട്. അത് പലതും ഇന്ന് സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് അകത്തേക്ക് പ്രവേശനമുള്ള ഒരു ടോംബ് മാത്രമേ ഇപ്പം നിലവിൽ ഇതിനകത്തുള്ളൂ. ബാക്കിയുള്ളതിൻ്റെ അകത്തേക്കൊന്നും പ്രവേശനം അനുവദിക്കുന്നില്ല. നെബത്തികൾ സിറിയൻ ഗോത്രമാണ്, ഇടയരായ നാടോടികൾ. ജോർദാനിലെ പെട്രയായിരുന്നു അക്കാലത്തെ അവരുടെ തലസ്ഥാനം. അവിടെ നിന്നും 500 കിലോമീറ്റർ അകലെയാണ് ഈ പ്രദേശം. ദമാസ്കസിൽ നിന്ന് ഇന്നത്തെ മദീന ഉൾക്കൊള്ളുന്ന ഹിജാസിലേക്കുള്ള കച്ചവട വഴി കൂടിയായിരുന്നു ഇത്. പ്രവേശന ഭാഗത്തായുള്ള ഈ കൂറ്റൻ ശവക്കല്ലറകൾ ക്രിസ്തുവിന് മുൻപ് 1-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചവയാണ്. പുറത്തുള്ള പോലെ വീടുകളുടെയും കല്ലറകളുടെയും അകത്ത് കൊത്തുപണികൾ ഒന്നുമില്ല. ഓരോ വലിയ പാറയിലും വീടിന്റെയോ കല്ലറയുടെയോ മുൻഭാഗം കൊത്തിയിറക്കും. ചിലത് പാതി വെച്ച് അവസാനിപ്പിച്ച രീതിയിലാണ്. പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ഒഴുകിയെത്തിയ ആ ജനസമൂഹം ഇവിടെ തമ്പടിച്ച ശേഷം അവരൊരു കൃത്യമായിട്ട് ജീവിത രീതിയിലേക്ക് മാറി. അതിനുശേഷം ആ ജനസമൂഹം വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുവാനും മറ്റുമായിട്ട് സംഗമിച്ചിരുന്ന ഒരു ഹാളാണ് നമ്മളുടെ പിറകിൽ കാണുന്നത്. ഇതും പാറയിൽ മുകൾ ഭാഗത്ത് നിന്ന് താഴേക്ക് കൊത്തിയെടുത്ത സ്ഥലമാണ്. മാത്രവുമല്ല ഇന്നും 2500 വർഷങ്ങൾക്ക് ഇപ്പുറവും അതിമനോഹരമായിട്ട് ഈ സ്ഥലം ഇവിടെ നിലകൊള്ളുകയും ചെയ്യുന്നുണ്ട്. ഓരോ കൊത്തുപണികൾക്കും താഴെ അവർ പേരെഴുതി വെക്കും. പഠനങ്ങളിൽ നിന്ന് ബോധ്യപ്പെട്ടത് ഇവ കുടുംബ പേരുകൾ ആണെന്നതാണ്. അതായത് നെബത്തികളിലെ ചില കുടുംബങ്ങളുടെ കുലത്തൊഴിലായിരുന്നു ഇതെന്ന് ചുരുക്കം. ഈ കാണുന്നതൊക്കെ ഈ ജനസമൂഹം അവർ മരണപ്പെടുന്ന സമയത്ത് അവരെ കൊടിച്ചിട്ടിരുന്ന ഭാഗമാണ്. നമുക്ക് ഇതിനകത്ത് പലതരത്തിൽ ഇങ്ങനെ പാറ കൊത്തി ഉണ്ടാക്കിയ ഭാഗങ്ങൾ കാണാം. ചിലരെ ഭൂമിക്ക് താഴേക്ക് കിടത്തും, ചിലരെ ഇതിനകത്തേക്ക് ഈ കാണുന്ന പോലെ ചുമരിൽ കൊത്തി ഉണ്ടാക്കിയ ആ കുഴിമാടത്തിലും അവരെ അടക്കിയിരുന്നു. പിന്നീട് കാലക്രമേണ ആർക്കിയോളജി വിഭാഗമൊക്കെ പഠനം ആരംഭിച്ച ശേഷമാണ് ഇതിനകത്തുണ്ടായിരുന്ന മൃതദേഹങ്ങളും അതിൻ്റെ അവശിഷ്ടങ്ങളും എല്ലാം പിന്നീട് നീക്കം ചെയ്തത്. ഇവിടെ ജീവിച്ച ജനത പരലോക ജീവിതത്തിൽ വിശ്വസിച്ചിരുന്നു. അത് വ്യക്തമാക്കുന്ന ചിഹ്നങ്ങളും ഇവിടെ കാണാം. കല്ലറകളുടെ പുറത്ത് മുകൾ ഭാഗങ്ങളിലാണ് ഈ ചിഹ്നങ്ങൾ ഉള്ളത്. പാമ്പ്, ഗോവണിപ്പടികൾ, സിംഹം എന്നിങ്ങനെ പോകുന്നു ചിത്രങ്ങൾ. ഓരോന്നിനും ചരിത്ര വ്യാഖ്യാനങ്ങളുണ്ട്. ക്രിസ്തുവർഷം 106 പെട്രയെ റോമക്കാർ കീഴടക്കിയതോടെ ഹെഗ്ര എന്ന മദാഇൻ സ്വാലിഹിന്റെ പ്രാധാന്യവും കുറഞ്ഞു. പതിയെ ഇവിടെ നിന്നും നെബത്തികൾ മറ്റിടങ്ങളിലേക്ക് നീങ്ങി. ഇതോടെ തുറന്ന മ്യൂസിയമായി ബാക്കിയായി ഈ പ്രദേശം. ഇന്ന് യുനെസ്കോ പൈതൃക പട്ടികയിലുള്ള സൗദിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രമാണ് ഇത്. അൽ ഉലയിൽ നിന്നും സൂറത്ത് ശുഅറായിൽ കൃത്യമായിട്ട് ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. നിങ്ങൾ സന്തോഷവൃദ്ധരായിക്കൊണ്ട് പർവ്വതങ്ങളിൽ വീട് തുരന്നുണ്ടാക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ വേറെയും സൂറത്തിൽ ഈ വിഷയം പറയുന്നുണ്ട്. അതായത് പർവ്വതങ്ങളും അതേമാതിരി മലകളൊക്കെ തുരന്നുകൊണ്ട് വീടുണ്ടാക്കി താമസിച്ചിരുന്ന സാലിഹ് നബീൻ്റെ സമുദായത്തെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ സമൂഹം അളവിലും തൂക്കത്തിലുമൊക്കെ ക്രമക്കേടുകൾ കാണിച്ചുകൊണ്ടും അതേപോലെ തന്നെ ഒരുപാട്
സമൂഹത്തിന് തിന്മ വരുത്തിക്കൊണ്ടുള്ള ജീവിതമായിരുന്നു അവർ നയിച്ചിരുന്നത്. അവർക്ക് താക്കീതായിക്കൊണ്ടാണ് സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അയക്കുന്നത്. അപ്പോൾ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഖുർആനിൽ കൃത്യമായിട്ട് ഈ വിഷയങ്ങൾ കൃത്യമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്തിനാണ് ഇത് പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ ഇത് നമുക്ക് പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ്. ഇങ്ങനെ അളവിലും തൂക്കത്തിലും ക്രമക്കേട് കാണിക്കരുത്. അളന്നു കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് അളന്ന് കൊടുക്കുക, അളന്ന് വാങ്ങുമ്പോൾ കൃത്യമായിട്ട് അളന്ന് എടുക്കുക എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് പഠിപ്പിച്ചു തരുന്നതാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതുപോലെയുള്ള സമൂഹങ്ങൾ നശിപ്പിക്കപ്പെട്ടതുപോലെ നിങ്ങളും നശിക്കപ്പെടും എന്ന് കൃത്യമായ ഒരു ഉത്ബോധനമാണ് മനുഷ്യർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് ഇന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ ഒരു സമൂഹം ഇങ്ങനെ പാര തുറന്ന് വീടുണ്ടാക്കി ജീവിച്ച സമൂഹത്തെക്കുറിച്ച് കൃത്യമായിട്ട് ഒരു അറിവും അന്ന് അറേബ്യയിൽ ലഭ്യമല്ല എന്ന് ഇദ്ദേഹത്തിന് തന്നെ അറിയാം. അപ്പോൾ ഇദ്ദേഹം ഇത് അറിഞ്ഞുകൊണ്ടാണ് ഈ കാര്യത്തെ മറച്ചു വെച്ചുകൊണ്ടാണ് പറയുന്നത്. ഖുർആനിൽ തന്നെ സൂറത്ത് ഫുസ്സിലത്തിൽ 53-ാമത്തെ വചനത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് വീണ്ടും നാം ഇതെല്ലാം വഴിയെ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അള്ളാഹു എല്ലാ കാര്യത്തിനും സാക്ഷിയാണ് എന്നുള്ളത്. അപ്പോൾ അത് കൃത്യമായിട്ട് കാണിച്ചു തരികയാണ് ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടും നിഷേധികളായിട്ട് തന്നെ ജീവിക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം. ഞങ്ങൾ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി പറഞ്ഞു കൊടുക്കുക എന്ന് മാത്രമാണ് നമ്മളുടെ ബാധ്യത. എന്തായാലും ഞാൻ നിർത്തുകയാണ്. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.